നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ചാരവശാൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വ്യാഴപ്പിഴവുള്ള സമയമാണ്. എങ്കിലും 2-ാം ഭാവത്തിലാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത്. അത് അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെ തരുന്ന ഒരു യോഗമാണ്. അതിനോടൊപ്പം തന്നെ നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്തും അതേപോലെ തന്നെ കണ്ടകശനിയുടെ ഒരു ദോഷത്തെ ചെയ്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുണവും ദോഷവും ഒരുപോലെ തന്നെ ഉള്ളതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് മേൽപ്പറയപ്പെട്ട ശനിദോഷത്തിന് പരിഹാരം വരുത്തേണ്ടതാണ്. അപ്പോൾ കുറച്ച് വ്യാഴപ്പഴവും കൂടി ഉള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ കർമാധിപതി ലഗ്നാൽ 5-ലാണ്. അപ്പോൾ തൊഴിൽ മേഖലയിൽ കുറച്ചൊരു മാനസികമായിട്ടുള്ള ടെൻഷൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷേ രാഹു അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നടുവേദന പോലെയുള്ള രോഗങ്ങളോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ കൂടി ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിലൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. ദൈവാധീനമൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലാവസ്ഥ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അശ്രദ്ധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ രാഹുവിനോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അതുപോലെ കളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പോകുന്നത് കാരണം കൊണ്ട് പഠനകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കുറച്ച് വിഷമമാണ് ഉണ്ടാകുക. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. യാത്രകൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ വിനോദയാത്രകൾ അതേപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് യോഗമുണ്ട്. പുത്രസംബന്ധമായിട്ട് കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. എന്തായാലും ദൈവാധീനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. മാനസിക ടെൻഷൻ, പുത്രസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല, നെയ്വിളക്ക്, അഭിഷേകം മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ പരിപൂർണമായിട്ട് ചെയ്യുകയും നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ തന്നെ ഈ മാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ചതയ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.